ഹലോ ആൾ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ഫാസിൽ. ഞാനിപ്പോൾ IIT ഡൽഹി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു അവസാനത്തെ ടൈമിൽ മെയിൻ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഡൗട്ടായിരിക്കും എക്സാം എങ്ങനെ എഫക്റ്റീവായിട്ട് അറ്റംപ്റ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാം എഴുതിയ ഒരു എക്സ്പീരിയൻസും ഒക്കെ ചേർത്തിട്ട് പറയുന്ന ഒരു കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഇത്രയും കാലം ഒരുപാട് പഠിച്ച് തിയറി പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു, എല്ലാം ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഫൈനൽ 3 hours നമ്മൾ പോകാനിരിക്കുകയാണ്. ആക്ച്വലി അവിടെ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ, ആ ഒരു 3 hours നമ്മൾ കാണാനെന്നുള്ളതാണ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി അതാണ് നമ്മുടെ മാർക്സും റാങ്ക്സൊക്കെ ആയിട്ട് മാറുക. സോ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സാം അറ്റംപ്റ്റിങ് ഒരു രീതിയെ കാണണം. അപ്പോൾ നിങ്ങളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം എക്സാം എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം, ആദ്യം ഏത് സബ്ജക്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം, എത്ര ടൈം ഏതൊക്കെ സബ്ജക്ട്സിന് അലോട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ടൈം എടുത്തിട്ട് ഒരു 2-3 ദിവസമൊക്കെ ഒന്ന് എടുത്തിട്ട് നല്ല ചിന്തിച്ചിട്ട്, നമ്മൾ വെറുതെ പോയിട്ട് ഒരു ഫിസിക്സ് ആദ്യം കെമിസ്ട്രി ചെയ്താം, ഫിസിക്സ് ചെയ്താം, മാത്സ് ചെയ്താം, നമ്മളൊരു റാൻഡം വീഡിയോസോ അല്ലെങ്കിൽ ഒക്കെ കണ്ടിട്ട് അങ്ങനെ ചെയ്യരുത്. നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്ലാന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും യൂണിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊന്നുമല്ല. ഞാനൊരു ജനറൽ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്, നിങ്ങളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് എക്സാം എഴുതുമ്പോൾ 3 റൗണ്ടായിട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സാമിന് ഓവറോൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ചില പേപ്പേഴ്സ് ടഫായിരിക്കും, ചില പേപ്പേഴ്സ് ഈസി ആയിരിക്കും, ചില പേപ്പേഴ്സ് മീഡിയം ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാവണം. നമ്മൾ എഴുതി ഒരു ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ഈ പേപ്പർ എങ്ങനെയുള്ളതാണ് നമുക്ക് മനസ്സിലാവണം. ഓരോ സബ്ജക്റ്റ് വൈസ് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് റൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അറൗണ്ട് ഒരു 30-40 minutes ആണ് നമ്മൾ അലൊക്കേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫസ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഒരു മാക്സിമം ഒരു 1 minute ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന് വേണ്ടി മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലൗട്ട് ചെയ്യാം. അതായത് നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് 1 minute ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് ഒരു 30-40 minutes എന്ത് ചെയ്യുക, നിങ്ങൾ പോകണമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് റൗണ്ട് വരുന്നത്. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ 90 minutes ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെക്കൻഡ് റൗണ്ടിന് അലോട്ട് ചെയ്യേണ്ടത്. ഈ ഒരു സെക്കൻഡ് റൗണ്ടിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു മോഡറേറ്റ് ലെവൽ, അതായത് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു മോഡറേറ്റ് ലെവലിൽ കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഈസി അല്ലാത്തൊരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഒരു അത്യാവശ്യം ഒരു കോറായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആ ഒരു റൗണ്ടിലായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ നമുക്കൊരു മാക്സിമം ഒരു ക്വസ്റ്റ്യൻ 3 minutes ഒക്കെ കൊടുക്കാൻ പറ്റും. ഒരു 3 minutes വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അടുത്ത ഇതിലോട്ട് മൂവ് ചെയ്താൽ മതി, വിച്ച് ഈസ് റൗണ്ട് 3. റൗണ്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാസ്റ്റത്തെ ഒരു സ്ലോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിമൈനിങ് ടൈം റൗണ്ട് 3ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ഞാനൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്സാം പേപ്പർ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവണം, എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ ഇത് ടഫാണോ ഈസിയാണോ മീഡിയം ആണോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ടച്ച് ചെയ്ത് പോകണം ഫസ്റ്റ് റൗണ്ടിൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് കുറേ സോൾവ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ റൗണ്ടുകളായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഡൗട്ടായിരിക്കും സബ്ജക്റ്റ് വൈസ് ഏത് സബ്ജക്റ്റാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളത്. നോർമലി നമ്മൾ പറയുക കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവുക. അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും ഈസിയർ ആണ്, ഫിസിക്സ് സ്ലൈറ്റ്ലി ടഫറാണ്, അതുപോലെ കുറച്ചും കൂടി കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുണ്ടാവുന്നത്. മാത്സ് വളരെ കാൽക്കുലേറ്റീവ് ആയിരിക്കും, വളരെ ലോജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. അപ്പോൾ അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്,
നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ഒരു പേഴ്സണലൈസ്ഡ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് അത് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ ലെവലൊക്കെ വെച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യുക, റാങ്ക് ചെയ്യുക. ഏറ്റവും സ്കോറിങ് ആൻഡ് ഏറ്റവും ഈസിയർ ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത ലൈക്ക് നമ്മളൊരു 3 ഹവറിൽ നമ്മളൊരു ഫസ്റ്റ് 1 ഹവറിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ റിമൈനിങ് 2 ഹവേഴ്സിന് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്, അത് കഴിഞ്ഞിട്ട് തേർഡ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 99% ടാർഗറ്റ് ചെയ്യുന്ന ആളുകളോടാണ്. അതായത് നിങ്ങൾ നല്ലൊരു രീതിയിലൊരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളുകളോടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ചില ആളുകൾ വളരെ 200+ 250+ ഒക്കെ വരെ എത്തുന്ന ആളുകളുണ്ടാവും, ചില 99.9 ഒക്കെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 250+ ആ ഒരു റേഞ്ചിലോട്ടൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഇത് വരുന്ന സമയത്ത് നമുക്ക് സബ്ജക്റ്റ് വൈസ് അവിടെ ഒരു എന്താ പറയുക ഇത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അവിടെ നമ്മൾ കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ആദ്യം തീർക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാത്സ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് അവറിൽ മാത്സ് വളരെ ചലഞ്ചിങ് ആയിട്ട്, അപ്പോൾ ആദ്യ സമയത്തൊക്കെ നമുക്ക് നല്ല എനർജി ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ചലഞ്ചിങ് ആയിട്ടുള്ള സാധനം ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള സമയത്ത് ബാക്കിയുള്ള ഈസിയർ സബ്ജക്ട്സിലോട്ട്, അതായത് നമ്മൾ എക്സോസ്റ്റഡ് ആകുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക നോർമലി പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുക. ഇതാണ് 250+ ആ ഒരു റേഞ്ചിലോട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ ഓൾറെഡി എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യേണ്ടവരാണ്. അവിടെ ഒരു എന്താ പറയുക പിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതായത് ഫിസിക്സ് ഇത്ര പോർഷൻ ചെയ്താൽ മതി, കെമിസ്ട്രി ഇത്ര പോർഷൻ ചെയ്താൽ മതി, മാത്സ് നമുക്ക് കുറച്ചൊക്കെ ഒഴിവാക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്ത ആളുകളുണ്ടാവും. അവർക്ക് എന്താ പറയുക ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ആദ്യം ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ജനറലി നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് ആദ്യം ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു റാങ്കിൽ, അതായത് ഏറ്റവും ഈസിയർ, പിന്നെ മീഡിയം, പിന്നെ ടഫ് എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നതാണ് നല്ലത്. പിന്നെ വേറൊന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമുക്ക് തരുന്ന റഫ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യൂസിങ് ആണ്. കാരണം നമ്മൾ ആ ഒരു റഫ് ബുക്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം. നമ്മളിങ്ങനെ ഇടയിൽ എന്താ പറയുക, ഈവൻ നമ്മൾ ചെറിയ കാൽക്കുലേഷൻസൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് റീവിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റീഡബിൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, പ്രോപ്പർ ഫോർമാറ്റിങ്ങോട് കൂടി ഓരോ നമ്പേഴ്സ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇട്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനും റഫ് നോട്ട്സ് തയ്യാറാക്കാൻ എന്നുള്ളതാണ്. കാരണം പല സമയത്ത് നിങ്ങൾക്ക് എന്ത് ചില ക്വസ്റ്റ്യൻസ് ഒരു 3/4 വരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, പിന്നെ ബാക്കിയുള്ള ഇത് അവിടെ നിന്ന് സ്റ്റെക്കാവും. നിങ്ങൾ കുറച്ച് വേറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പിന്നെ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ കിട്ടും. അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ മോക്കൊക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് ആദ്യത്തെ കംപ്ലീറ്റ് ആ ഒരു ഇത് വേണം, നിങ്ങൾ എവിടെ വരെ ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് അതിൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ വേറൊരു യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റോങ് ആൻസറിലോട്ടാണ് എത്തുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്ത മെത്തേഡ് ശരിയാണ്, റോങ് ആൻസർ ആണെന്ന്. അപ്പം നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് നിങ്ങൾ എവിടെയാണ് മിസ്റ്റേക്സ് വരുത്തിയത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ആ ഒരു റഫ് വർക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ ആ ഒരു റഫ് ബുക്ക് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ യൂസ് ചെയ്യുക, പ്രോപ്പർ ഹാൻഡ് റൈറ്റിങ്ങോട് കൂടിയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ് പറയാനുള്ളത്. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഭയങ്കര ഇമോഷണലി അറ്റാച്ച് ആവരുത്. ഓക്കെ, ചില ആളുകൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ഒരു സബ്ജക്റ്റ് ആ ഒരു ഏരിയ പഠിക്കാനായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഇൻ്റഗ്രേഷനൊക്കെ പറയുകയാണെങ്കിൽ ഇൻ്റഗ്രേഷനിൽ ചിലപ്പോൾ 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്പെൻഡ് ചെയ്ത് പഠിച്ച ഒരു ഏരിയ ആയിരിക്കും ഇൻ്റഗ്രേഷൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഭയങ്കര ടഫായിരിക്കും വരിക. പക്ഷേ എന്നാലും ഇവർക്ക് ഇത്രയും എഫേർട്ട് എടുത്തിട്ടല്ലേ, ഇതിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ എന്ത് ചെയ്യും, അവർ ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. ലാസ്റ്റ് ആ ക്വസ്റ്റ്യൻ കിട്ടത്തുമില്ല, ലാസ്റ്റ് നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ആവും. അപ്പോൾ അതിനൊരു അവസരം വരുത്തിക്കരുത്. നിങ്ങൾ ഒരിക്കലും ഇമോഷണലി ഒരു ക്വസ്റ്റ്യനായിട്ട് അറ്റാച്ച് ആവരുത്. നമുക്കറിയില്ല, നമ്മൾ പോകുന്ന സമയത്ത്, എക്സാം ഹാൾക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പ്രിപ്പറേഷൻ, നമ്മൾ ഏത് ഏരിയയാണ് കൂടുതൽ പ്രിപ്പയർ ചെയ്തത്, ഏത് ഏരിയയാണ് തീരെ പ്രിപ്പയർ ചെയ്യാത്തത് എന്നുള്ളതൊക്കെ വിടുക. ഫുൾ ഫ്രീ മൈൻഡ് ആകുക. എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ വരും,
ആ ക്വസ്റ്റ്യൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ചെയ്യുക, പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇതൊക്കെ ഡിസിഷൻ മേക്കിംഗ് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന ആളുകൾക്കാണ് എന്ത് ഫൈനലി നല്ല സ്കോറിലോട്ട് എത്താൻ പറ്റുക. ഇത് മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഒരു എക്സാം എഴുതുക എന്നുള്ളത് ഒരു ഡിസിഷൻ മേക്കിംഗ് സംഭവം കൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് നോക്കുക. അതായത് ക്വസ്റ്റ്യൻ ഒരിക്കലും ഓവർലി അറ്റാച്ച്ഡ് ആവരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് നമ്മൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 1 2 3 4 5 അങ്ങനെ ആ ഒരു ഓർഡറിൽ ഇപ്പം നമ്മൾ എക്സാം ഫിസിക്സ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് മുതലേ 1 2 3 4 അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 15 to 20 ചെയ്യാം, 10 to 15 ചെയ്യാം. ആ രീതിയിൽ ഇവിടുന്ന് റാൻഡം ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് 10 ചെയ്യുക, 13 ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് എന്താ പറയുക, ഇഫ് നമുക്ക് എന്താ പറയുക, ആദ്യത്തെ ഒരു 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് 5 ക്വസ്റ്റ്യന് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ആവും. അപ്പോൾ അതിനെന്ത് ചെയ്യരുത്, അങ്ങനെ ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്യണമെന്ന് ചെയ്യരുത്. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു പ്രീ പ്ലാൻഡ് രീതിയിൽ പോകരുത്. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഓവറോൾ വ്യൂ ചെയ്യുക. 20 ക്വസ്റ്റ്യൻസ് 5 ന്യൂമറിക്കൽസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇവിടുന്നൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത്, നമ്മൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷേ വളരെ ലെങ്തി ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ വളരെ ടഫ് ആയിരിക്കും, ഭയങ്കര എന്താ പറയുക, ഡയഗ്രാം ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് ടഫായിട്ട് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും. അത് ജയിലുണ്ടാകുന്നൊരു കോമൺ ട്രാപ്പാണ്, പക്ഷേ അത് ആക്ച്വലി വളരെ സിമ്പിളായിരിക്കും. കാരണം ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിലെന്താണ് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു 1 ലൈനർ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ കാണാം, നമ്മൾ ഒരു ലൈനല്ലേ ഉള്ളൂ, ഓപ്ഷൻ ആണെങ്കിൽ ഒരു 4 വേർഡ്സും, പക്ഷേ അത് ഒരുപാട് റീസൺ, ഒരുപാട് ലോജിക്കലി ഒക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുക അങ്ങനത്തെ ഉണ്ടാവുക. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. കാണുമ്പോൾ ഈസി ആണെന്ന് തോന്നുന്ന ചില ക്വസ്റ്റ്യൻസ് ടഫ് ആവാനും, അതുപോലെ തന്നെ കാണുമ്പോൾ ടഫ് ആണെന്ന് തോന്നുന്ന ചില ക്വസ്റ്റ്യൻസ് ഈസി ആവാനും എന്തുണ്ട്, ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് പറയാനുള്ളത് ഇതാണ്, നിങ്ങളൊരു എക്സാം പേപ്പറിൻ്റെ ഓവറോളാണ് നോക്കേണ്ടത്, അല്ലാണ്ട് ഓരോ ക്വസ്റ്റ്യൻസ് വൈസ് അല്ല, സബ്ജക്റ്റ് വൈസ് അല്ല. ഒരു എക്സാം പേപ്പർ അല്ലെങ്കിൽ ടോട്ടൽ മാർക്സ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് ആ ഒരു എക്സാം പേപ്പർ ഹോളാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ചിലപ്പോൾ ഫിസിക്സ് ടഫായിരിക്കും, ഫിസിക്സിലെ ഒരു സിംഗിൾ കറക്റ്റ് ആ ഒരു പോർഷൻ ടഫായിരിക്കും, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടഫായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് നിങ്ങളുടെ ടോട്ടൽ മാർക്കിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ മറ്റുള്ള സെക്ഷൻസ് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ കാണാനായിട്ട്. അതായത് ചില പേപ്പർ ഓവറോൾ ടഫായിരിക്കും, ഈസി ആയിരിക്കും, അതിൽ തന്നെ ചില സബ്ജക്ട്സ് ഈസി ടഫൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു പോകുന്നതിന് മുമ്പായിട്ട്, എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും പ്രീ മൈൻഡ് സെറ്റ് ഉണ്ടാവരുത്. അതായത് ഇന്നത് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടഫ് സബ്ജക്റ്റാണ്, കെമിസ്ട്രി വളരെ ഈസി സബ്ജക്ട്സാണ്, അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരുപാട് തിയറി ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ടൂൾസ് ഉണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള കണ്ടൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഇവാലുവേഷനാണ്. അവിടെ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾ ചെയ്യേണ്ടി വരും, അവിടെ ഒരുപാട് ഷോർട്ട് കട്ട്സ് നിങ്ങൾ ചെയ്യേണ്ടി വരും. ചില ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. ഓപ്ഷൻ എലിമിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് 2 ഓപ്ഷൻ ഏതായാലും ആവാൻ ചാൻസ് ഇല്ല, ചിലത് കോൺട്രാഡിക്ടറി ആയിരിക്കും, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഇതാണ് എന്നുള്ള രീതിയിലൊക്കെ എന്താണ് MCQ നമ്മൾ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ആ ഒരു ഓപ്ഷൻസിനെ യൂട്ടിലൈസ് ചെയ്തിട്ടൊക്കെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു തിയറി മാത്രം ഫോക്കസ്ഡ് അല്ല എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു എക്സാം ഹാളിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. അതായത് ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കോമ്പറ്റീറ്റീവ് എക്സാംസിനും ഒക്കെ പോകാനായിട്ട്. JEE മെയിൻസ് ആണെങ്കിലും ഇനി ഏത് എക്സാം ആണെങ്കിലും ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കോമ്പറ്റീറ്റീവ് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ചില ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി, അതായത് ഇത് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓർഡർ, ഇപ്പം × 10⁵, × 10⁴, × 10⁵, × 10⁵. അതിന് മുമ്പ് പ്രിഫിക്സ് ആയിട്ട് വേറെ കുറച്ച് വാല്യൂസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം അത് 10⁵ ആവാനാണ് ചാൻസ്. ബിക്കോസ് അതിൽ എന്താ പറയുക, ചിലപ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റിൻ്റെ ഒരു കാൽക്കുലേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അരിത്മെറ്റിക് ഓപ്പറേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് × 10⁵ ആ ഒരു ഓർഡറിലാണ് ആ ആൻസർ വരാൻ ചാൻസ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ആ ഒരു ഓർഡറിൽ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അത് വേണം ചൂസ് ചെയ്തിട്ട് വേണം പോകാം. ഐ എം സെയിങ് ഇതൊന്നും റൗണ്ട് 1 ചെയ്യരുത്, റൗണ്ട് 2 റൗണ്ട് 3 എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും.
കാരണം നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ നിങ്ങൾക്ക് ഭയങ്കര സ്കില്ല് കിട്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവിങ് എബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എക്സാമുകളിൽ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു എക്സാം പേപ്പർ ആസ് എ ഹോൾ എന്ന രീതിയിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇനിയുള്ള ടൈം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള മോക്ക് ടെസ്റ്റുകൾ കഴിയുന്നതും മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ അതിനാണ് ഇനി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. തിയറി ഇനി അത്ര ഫോക്കസ് ചെയ്യേണ്ട, ഇനി എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. ബാക്കി റിവിഷൻ പ്ലസ് മോക്ക് ടെസ്റ്റ് പ്ലസ് അനാലിസിസ് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.